കന്യാമറിയത്തിൻ്റെ ജീവനുള്ള ചിത്രത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ അത്ഭുതത്തെക്കുറിച്ചാണ് ഈ വീഡിയോ. ഗ്വാഡലൂപ്പിലെ കന്യാമറിയം. കത്തോലിക്ക പാരമ്പര്യം അനുസരിച്ച് ഗ്വാഡലൂപ്പിലെ കന്യക കന്യാമറിയത്തെ സൂചിപ്പിക്കുന്നു. 1531 മെക്സിക്കോയിലെ ജുവാൻ ഡിഗോ എന്ന പാവപ്പെട്ട കർഷകന് യേശുവിൻ്റെ അമ്മ പ്രത്യക്ഷപ്പെട്ടു. നിരവധി മെക്സിക്കോക്കാരുടെയും മെക്സിക്കൻ അമേരിക്കക്കാരുടെയും സംസ്കാരത്തിലും മതപരമായ ജീവിതത്തിലും ഗ്വാഡലൂപ്പിലെ കന്യകയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. പാരമ്പര്യം അനുസരിച്ച് 1531 കന്യാമറിയം ജുവാൻ ഡിഗോ എന്ന പേരുള്ള ഒരു പാവപ്പെട്ട കർഷകന് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് മാതാവ് ജുവാൻ ഡിഗോയോട് ഒരു ദേവാലയം പണിയാൻ ആവശ്യപ്പെട്ടു. അതായത് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ഒരു ദേവാലയം പണിയാൻ ആവശ്യപ്പെട്ടു. ആ സ്ഥലത്തിൻ്റെ പേര് തെപ്പായക് ഹിൽ എന്നാണ്. തെപ്പായക് ഹിൽ. ജുവാൻ ഡിഗോ എന്നിട്ട് അവിടുത്തെ പ്രാദേശിക ബിഷപ്പിനെ ഈ വിവരം അറിയിച്ചു. കന്യാമറിയം തനിക്ക് പ്രത്യക്ഷപ്പെട്ടുവെന്ന് തെളിയിക്കുന്ന ഒരു അടയാളം പ്രാദേശിക ബിഷപ്പ് ജുവാൻ ഡിഗോയോട് ചോദിച്ചു. കന്യാമറിയം വീണ്ടും ജുവാൻ ഡിഗോയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. മഞ്ഞുകാലമാണെങ്കിലും താൻ ശരിക്കും പ്രത്യക്ഷപ്പെട്ടുവെന്നതിൻ്റെ തെളിവായി ബിഷപ്പിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുവാൻ റോസാപുഷ്പങ്ങൾ എവിടെ നിന്ന് പറിക്കണമെന്ന് അത്ഭുതകരമായി മാതാവ് ജുവാൻ ഡിഗോയെ കാണിച്ചു. തണുപ്പുകാലം ആയതിനാൽ റോസാപ്പൂക്കൾ കിട്ടുക അസാധ്യമായിരുന്നു. ജുവാൻ ഡിഗോ റോസാപ്പൂക്കൾ തൻ്റെ മേലങ്കിയിൽ ശേഖരിച്ച് ബിഷപ്പിൻ്റെ മുൻപാകെ പോയി. തുടർന്ന് റോസാപ്പൂ കാണിക്കാൻ തൻ്റെ മേലങ്കി തുറന്നു. ഡസൻ കണക്കിന് റോസാപുഷ്പങ്ങൾ തറയിൽ വീണു. മേലങ്കി തുറന്നപ്പോൾ അതിൽ കന്യാമറിയത്തിൻ്റെ ഒരു ചിത്രം പ്രത്യക്ഷപ്പെട്ടു. ആ ചിത്രം ഇന്നും നിലനിൽക്കുന്നു. ഈ വീഡിയോ ആ ചിത്രത്തെക്കുറിച്ചാണ്. ഇനി നമുക്ക് ആ അത്ഭുത ചിത്രത്തെക്കുറിച്ച് സംസാരിക്കാം. ഈ ചിത്രം മനുഷ്യ കൈകൊണ്ട് നിർമ്മിച്ചതല്ലെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ചിത്രം അതിൻ്റെ യഥാർത്ഥ അവസ്ഥയിൽ 500 വർഷത്തിലേറെയായി നിലനിൽക്കുന്നു. മനുഷ്യ നിർമ്മിതമോ പ്രകൃതിദത്തമോ ആയ ഛായകളൊന്നും ചിത്രത്തിലില്ല. ഈയൊരു ചിത്രം ഇറിഡിസൻ്റാണ്, അതായത് വർണ്ണാഭമായ. അതായത് വ്യത്യസ്ത ലൈറ്റുകളിലോ വിവിധ കോണുകളിൽ നിന്നോ കാണുമ്പോൾ നിറവ്യത്യാസമുണ്ട്. ഇത് മനുഷ്യ കൈകൊണ്ട് ആ ഒരു സമയത്ത് നിർമ്മിക്കാൻ സാധ്യമല്ല. ചിത്രത്തിലെ കണ്ണുകൾക്ക് മനുഷ്യൻ്റെ കണ്ണുകളുടെ അതേ സ്വഭാവമുണ്ട്. 1970 ഒരു ജാപ്പനീസ് ഡോക്ടർ ചിത്രത്തിൻ്റെ കണ്ണുകൾ പരിശോധിച്ചപ്പോൾ അദ്ദേഹം ബോധരഹിതനായി. കണ്ണുകൾക്ക് ജീവനുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ചിത്രം പ്രകാശത്തിൽ പതിക്കുമ്പോൾ കണ്ണിലെ കൃഷ്ണമണികൾ വികസിക്കുകയും പ്രകാശം എടുത്തു കളയുമ്പോൾ കണ്ണിൻ്റെ കൃഷ്ണമണികൾ അതിൻ്റെ യഥാർത്ഥ അവസ്ഥയിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. ചിത്രത്തിലെ കന്യാമറിയത്തിൻ്റെ കണ്ണുകൾ മൈക്രോസ്കോപ്പിലൂടെ പരിശോധിച്ചപ്പോൾ ആ കണ്ണുകളിൽ ജുവാൻ ഡിഗോയുടെയും പ്രാദേശിക ബിഷപ്പിൻ്റെയും ചിത്രങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് പറയുന്നത്. ഒരിക്കൽ ഒരു ഡോക്ടർ ഈ ചിത്രത്തിൽ കന്യാമറിയത്തിൻ്റെ ഗർഭപാത്രത്തിൻ്റെ ആ ഒരു ഭാഗത്ത് സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കിയപ്പോൾ ഹൃദയമിടിപ്പ് കേട്ടെന്നും പറയുന്നുണ്ട്. മനുഷ്യ ശരീരത്തിൻ്റെ താപനിലയായ 98.6 ഡിഗ്രിയാണ് ചിത്രത്തിൻ്റെയും താപനില. അതുമാത്രമല്ല, ഈ ചിത്രത്തിൽ വിശുദ്ധ ബൈബിളിൽ നിന്നുള്ള വെളിപാടുകളുടെ പുസ്തകത്തിൽ നിന്ന് നിരവധി അടയാളങ്ങളും ചിഹ്നങ്ങളുമുണ്ട്. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് കന്യാമറിയത്തിൻ്റെ ഈ ഒരു ചിത്രം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് എല്ലാവരുടെ അടുത്തും ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതുമാണ്. അങ്ങനെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ ആൻഡ് ബൈ ബൈ.